റഷ്യൻ പതാക ഏന്തിയ എണ്ണ ടാങ്കർ അമേരിക്ക വെനസ്വലയ്ക്ക് സമീപമുള്ള കടലിടുക്കിൽ വെച്ച് പിടിച്ചെടുത്തതോടെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം തകർന്നിരിക്കുന്നു. വെനസ്വലയുടെ കടൽ തീരത്ത് നിന്നാണ് അമേരിക്കൻ നാവികസേന ഈ കപ്പൽ പിടിച്ചെടുത്തത്. റഷ്യൻ രജിസ്ട്രേഷനുള്ള കപ്പലാണ് അമേരിക്ക പിടിച്ചെടുത്തത്. ഈ കപ്പലിന് അകമ്പടിയായി റഷ്യൻ നാവികസേനയും റഷ്യയുടെ അന്തർവാഹിനികളും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും വലിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യയുടെ വമ്പൻ പടപ്പുറപ്പാട്. തങ്ങളുടെ രജിസ്ട്രേഷനിലുള്ള കപ്പൽ വീണ്ടും കിട്ടണമെന്ന് അമേരിക്കയോട് റഷ്യ ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കൻ നടപടിയിൽ റഷ്യ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് അന്തർവാഹിനികളും പടക്കപ്പലുമായി റഷ്യയുടെ പടപ്പുറപ്പാട് ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ ശീതയുദ്ധ കാലത്തേക്കാൾ വഷളായിരിക്കുന്നു അമേരിക്ക റഷ്യ ബന്ധം. അമേരിക്ക ബ്രിട്ടനിൽ അത്യന്താധുനിക വിമാനങ്ങളും ആയുധങ്ങളും ഇറക്കുമതി ചെയ്തത് റഷ്യയെ പ്രകോപിപ്പിച്ചിരുന്നു. എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ബ്രിട്ടനിൽ, തങ്ങളുടെ സഖ്യരാജ്യമായ ബ്രിട്ടനിൽ അമേരിക്കയുടെ അത്യന്താധുനികമായ യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും ഒക്കെ വിന്യസിച്ചിരിക്കുന്നത്. ഇത് റഷ്യയ്ക്കുള്ള കടുത്ത വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളിക്ക് മറുപടിയായാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത്. എണ്ണ ടാങ്കറിന് സംരക്ഷണം നൽകാൻ റഷ്യ അന്തർവാഹിനികളെ അയച്ചിരുന്നു. അന്തർവാഹിനികളെ അയക്കുക മാത്രമല്ല, നാവികസേനയുടെ സഹായവും തേടിയിരുന്നു. നാവികസേനയെയും അന്തർവാഹിനിയെയും വകവയ്ക്കാതെയാണ് റഷ്യൻ പതാക ഏന്തിയ റഷ്യൻ രജിസ്ട്രേഷനുള്ള എണ്ണ ടാങ്കർ അമേരിക്ക പിടിച്ചെടുത്തത്. ഇതോടെ റഷ്യ അമേരിക്കയോട് കടുത്ത നിലപാട് സ്വീകരിച്ചു. പിടിച്ചെടുത്ത എണ്ണ ടാങ്കർ വിട്ടുതരണം എന്നാണ് റഷ്യയുടെ ആവശ്യം. ഇതുവരെ അമേരിക്ക ആ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് അത്യന്താധുനിക അന്തർവാഹിനികൾ, ആണവശേഷിയുള്ള പടക്കപ്പലുകളും അന്തർവാഹിനികളും നിരത്തി റഷ്യ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തങ്ങളുടെ പടപ്പുറപ്പാട് ആരംഭിച്ചത്. ലോകം വീണ്ടും യുദ്ധത്തിൻ്റെ മുൾമുനയിലാണ്. വെനസ്വലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അമേരിക്ക പിടിച്ചുകൊണ്ടുപോയതിനെ റഷ്യ ശക്തമായി അപലപിച്ചിരുന്നു. ശക്തമായി അപലപിക്കുക മാത്രമല്ല, മദുറോയെ വിട്ടുകൊടുക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അമേരിക്ക റഷ്യയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. റഷ്യയും ഇറാനും വെനസ്വലയിൽ നിന്ന് എണ്ണ വ്യാപാരം നടത്തുന്നവരാണ്. വെനസ്വലയ്ക്ക് ആയുധ സഹായം റഷ്യ നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ നിതാന്ത സുഹൃത്തായ വെനസ്വലയുടെ പ്രസിഡന്റിനെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയത്. ഇത് റഷ്യയെ തെല്ലെന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ഇത്രയും ശക്തമാകാനുള്ള കാരണം അമേരിക്കയാണെന്ന് റഷ്യയ്ക്ക് അറിയാം. ഉക്രൈന് അമേരിക്ക നിർബാധം ആയുധവും പണവും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉക്രൈൻ പൂർണ്ണമായി കീഴടക്കാൻ റഷ്യയ്ക്ക് കഴിയാത്തത്. അതിനിടയിലാണ് റഷ്യയുടെ കപ്പൽ, റഷ്യൻ രജിസ്ട്രേഷനുള്ള എണ്ണ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തത്. വെനസ്വലയിൽ നിന്ന് എണ്ണ കടത്താൻ വന്ന കപ്പലാണ് അമേരിക്ക പിടിച്ചെടുത്തത് എന്നാണ് അമേരിക്കയുടെ വാദം. വെനസ്വലയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകാൻ ചൈനയും റഷ്യയും ശ്രമിക്കുന്നുണ്ട്. അമേരിക്ക വെനസ്വലയ്ക്ക് മേൽ കടുത്ത ഉപരോധമാണ് പുലർത്തുന്നത്. വെനസ്വലയെ ഉപരോധത്താൽ മുറുക്കി കൊല്ലുക, ഇതാണ് അമേരിക്ക ചെയ്യുന്നത്. തങ്ങൾ പറയുന്നതിനപ്പുറം ലോകം പ്രവർത്തിക്കരുത് എന്നൊരു വാശിയാണ് അമേരിക്കയ്ക്ക്. പക്ഷേ മറുവശത്ത് റഷ്യ വലിയൊരു ശക്തിയായി വളർന്നു വരുന്നു എന്നതിന് തെളിവാണ് അവർ അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ നടത്തുന്ന പടപ്പുറപ്പാട്.
അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യയുടെ പടപ്പുറപ്പാട് ലോകം ഭീതിയോടെ നോക്കുന്നു. ആണവായുധങ്ങൾ ഏറ്റവും കൂടുതൽ കൈവശമുള്ള രാജ്യമാണ് റഷ്യ. പുടിനാണ് റഷ്യയുടെ ഏകാധിപതി. ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയെ തൊടാൻ അമേരിക്കയ്ക്കും ബ്രിട്ടനുമെല്ലാം ഭയമാണ്. അമേരിക്കയെ തകർക്കാനുള്ള ഹൊറൻഷിക് മിസൈലുകൾ അടക്കം മാരകമായ മിസൈലുകൾ റഷ്യയുടെ കയ്യിലുണ്ട്. അതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നതും. മാത്രമല്ല, റഷ്യൻ നാവികസേനയും ശക്തമാണ്. അന്തർവാഹിനികളൊക്കെ അത്യന്താധുനികമാണ് റഷ്യയുടെ. ആണവശേഷി വഹിക്കാൻ കഴിവുള്ള അന്തർവാഹിനികളും റഷ്യയ്ക്ക് ഉണ്ട്. എന്തായാലും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യയുടെ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു.